ഇന്ന് നമ്മൾ ഒരു 1 kg വെയിറ്റ് വരുന്ന ഒരു മം ടു ബി കേക്കാണ് ചെയ്യുന്നത്. വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള കേക്കാണ്. ടോൾ കേക്ക് ആയിട്ടാണ് കേട്ടോ ഡിസൈൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഓർഡർ ചെയ്തത് എൻ്റെ കൂടെ മുമ്പ് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലൈബ്രറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ശില്പയാണ്. അപ്പോൾ നമ്മൾ ഫ്ലേവറൊക്കെ സെലക്ട് ചെയ്ത് ഡിസൈനൊക്കെ ഫൈനലൈസ് ചെയ്തിട്ടാണ് ഞാൻ അവളോട് ആരാണ് പ്രഗ്നന്റ് എന്നുള്ള കാര്യം ചോദിക്കുന്നത്. അപ്പോഴാണ് അവൾ തന്നെയാണ് ആ ടു ബി മം എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രഗ്നൻസിയാണ്. ശരിക്കും പറഞ്ഞാൽ അവളുടെ കല്യാണത്തിന് മുമ്പൊക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു കേട്ടോ സ്കൂളിൽ പോവലും. അവളുടെ വീട് ചേളാരി ആയിരുന്നു. അതുകൊണ്ട് ട്രെയിനിലും അവൾ ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം അടുപ്പുള്ള വ്യക്തിയാണ്. മാത്രമല്ല അവള് കല്യാണം കഴിഞ്ഞ് സ്കൂളിൽ ജോലി റിസൈൻ ചെയ്ത് അവളുടെ ഹസ്ബൻഡ് വീടിന്റെ അടുത്തൊക്കെ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് കോണ്ടാക്ട് ഇല്ലെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ സ്റ്റാറ്റസ് കാണുമ്പോഴും ഒക്കെ നമ്മൾ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. ഇതിനു മുന്നേ അവളുടെ മോളുടെ ബർത്ത്ഡേക്കും ഒരു ബാർബി കേക്ക് ഓർഡർ ചെയ്തിട്ട് അവളുടെ ഹസ്ബൻഡ് വീട്ടിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീടും ഇതൊക്കെ അറിയാം. അപ്പോൾ പിന്നെ പ്രഗ്നന്റ് അവൾ തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ തന്നെ ഡെലിവറി കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞ് മീൻസ് ഫീറ്റൊക്കെ വരുന്ന ഒരു ഡിസൈനായിട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ മം ടു ബീന് ടോപ്പർ വെച്ചപ്പോൾ പിന്നെ ഇത് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ടോപ്പർ എടുത്ത് അത് വേറെ പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എത്രയും ടാപ്പ് ഒട്ടിച്ചാൽ കസ്റ്റമേഴ്സ് പ്രാകും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ടാപ്പ് ഒട്ടിച്ചാൽ നമ്മൾ ഈ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടാപ്പൊക്കെ ഇതാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് മം ടു ബി. നല്ല രസമുണ്ട് കേട്ടോ. അതിലെ മം ടു ബീൻ്റെ മേലെ ഒരു പ്രഗ്നന്റ് ലേഡീൻ്റെ ഒക്കെ ഒരു ഇത് കൊടുത്തിട്ടാണ് ആ ഡിസൈൻ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കേക്ക് കൊടുത്തിട്ട് വരാം.